എന്നാൽ ഇതൊന്നും അറിയാതെ യോന കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ട് യോനയ്ക്ക് വീണു. യോന കുറ്റമേറ്റു പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു, എന്നെ കടലിൽ എറിഞ്ഞുകൊള്ളുക, അപ്പോൾ കടൽ ശാന്തമാകും എന്ന് യോന പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവർ അവനെ കടലിലിട്ട് കളഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, കൊടുങ്കാറ്റടങ്ങി. യാത്രക്കാരെല്ലാവരും ദൈവത്തെ അത്യന്തം ഭയപ്പെട്ട് സത്യദൈവത്തെ സേവിക്കുവാൻ തീരുമാനിച്ചു. യോനയെ വിഴുങ്ങേണ്ടതിന് ദൈവം ഒരു മത്സ്യത്തിനോട് കൽപ്പിച്ചിരുന്നു. അങ്ങനെ യോന മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് ദൈവത്തോട് നിലവിളിച്ചു. തന്നെ രക്ഷിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം യോനയുടെ പ്രാർത്ഥന കേട്ടു. 3-ാം ദിവസം തിമിംഗലം യോനയെ കരയിൽ ശബ്ദിച്ചു. ഉടൻ തന്നെ യോന നിനവയ്ക്ക് വരുന്ന നാശത്തെപ്പറ്റി പ്രസംഗിക്കുവാൻ ആരംഭിച്ചു. നിനവക്കാരെല്ലാവരും മാനസാന്തരപ്പെട്ടു. 40-ാം ദിവസം കഴിഞ്ഞപ്പോൾ നിനവയ്ക്ക് എന്ത് സംഭവിക്കുമെന്നറിയാൻ